ഓരോരുത്തരുടെയും ബുദ്ധിശക്തിക്ക് ഓരോ ലെവൽസ് ഉണ്ട്. അതിലൊരു ഹയ്യസ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ മറ്റുള്ളവരുമായി തർക്കിക്കുകയോ അധികാരം സ്ഥാപിക്കുകയോ ചെയ്യാത്ത ഒരു ഇൻ്റലിജൻസ് ഉണ്ട്. അത് ജസ്റ്റ് നിരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുക. അങ്ങനത്തെ ഇൻ്റലിജൻസ് കാണിക്കുന്ന ആളെ മറ്റുള്ളവർ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അവരുടെ ഉള്ളിൽ ഭയമുണ്ടാകും. അതുകൊണ്ട് അവർ വേഗം തന്നെ അപകടം സെൻസ് ചെയ്ത് ആ ഇൻ്റലിജൻസിനെ ഈവിൾ അല്ലെങ്കിൽ അപകടകാരിയായി കാണും. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഇൻ്റലിജൻസിനെ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിന് നിരീക്ഷണ മനോഭാവം കൂടുതലായിരിക്കും. അത് നമുക്ക് സ്റ്റോറീസിന് പകരം നമ്മൾ കടന്നു പോകുന്ന സിസ്റ്റത്തെ ആയിരിക്കും ഒബ്സർവ് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ പാറ്റേൺസ് കൂടുതൽ ശ്രദ്ധിക്കും. മിക്കവാറും ആളുകൾ അവരെ ഈ സമൂഹം പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നത്. പക്ഷേ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾ എപ്പോഴും സമൂഹത്തെ നോക്കിക്കാണുന്നത് മറ്റൊരു രീതിയിലാണ്. മറ്റുള്ളവർ, അതായത് അധികാരത്തിലുള്ളവർ, അത് നിങ്ങളുടെ ബോസ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ലീഡർ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, ഇവരെല്ലാം ബിഹേവ് ചെയ്യുന്ന പാറ്റേൺ കൊണ്ട് അവർ എന്താണ് നേടുന്നത്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, അവർ നിങ്ങളോടുള്ള സമീപനം മാറ്റിയാൽ എന്ത് സംഭവിക്കും, ഇതെല്ലാമായിരിക്കും സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് കൈവശപ്പെടുത്തിയ ഒരാൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം പാറ്റേൺ മനസ്സിലാക്കുന്നതിൻ്റെ ഉള്ളിൽ പെടും. പലരും ഇത്തരത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കാറില്ല. കാരണം അങ്ങനെ ചെയ്താൽ അവർ ജീവിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വരും. സമൂഹം അവരെ പറഞ്ഞു പഠിപ്പിച്ചതിൽ ജീവിക്കാനാണ് പലർക്കും ഇഷ്ടം. ഇനി നിങ്ങളെ അപകടകാരിയായി മറ്റുള്ളവർ ചിന്തിക്കുന്നതിൻ്റെ കാരണം പറയാം. നിങ്ങൾ സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് പിന്തുടരുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥരാവും. നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും മാറുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യപ്പെട്ടു തുടങ്ങും. കാരണം അവരുടെ മനസ്സിൽ നിങ്ങളും സമൂഹം പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളുടെ പുറകെ ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ രീതി തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അവരെ നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ്. സ്ട്രാറ്റജിക് ഇൻ്റലിജൻസ് ശരിക്കുമുള്ള സത്യം തുറന്നു കാണിക്കുന്നു. എല്ലാം ഒരു വിലപേശലാണ്. കൂടുതൽ ഗുണം ആർക്ക് കിട്ടുമെന്നൊരു വിലപേശൽ. ഇത് നിങ്ങൾ ചെറുതായെങ്കിലും എക്സ്പോസ് ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഡേഞ്ചറസ് ആവും, അല്ലെങ്കിൽ ഈവിളാവും. ഇത് അവരുടെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു.